ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സിമ്പിളായിട്ടുള്ള ഈ ഒരു നെക്കാണ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നെക്ക് നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ക്യാൻവാസ് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്തെടുക്കാം. ഇനി ടോപ്പിലായിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 1 ഇഞ്ച് ബോർഡറിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഇനി അത് താഴോട്ടായിട്ടൊരു സ്ട്രെയിറ്റ് ലൈനായി വരച്ചു കൊടുക്കാം. ഇനി ആ കോർണർ പോയിന്റിൽ നിന്ന് ഇപ്പുറത്തോട്ടായിട്ട് നമ്മൾ നെക്കിൻ്റെ ഡെപ്ത്ത് അതിവിടെ 6.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് അവിടെ വരച്ചു കൊടുക്കാം. അതുപോലെ താഴോട്ട് ആ ഒരു നെക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 15.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ അപ്പുറത്തെ സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് ആ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ സൈഡിലായിട്ട് ഒരു 3/4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യണം. അതുപോലെ താഴോട്ടും ആ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റുകൾ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ മാർക്കിനൊക്കെ കഴിഞ്ഞു. ഇനി അത് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്ത ഈ ക്യാൻവാസ് വേറൊരു ഫേബ്രിക്കിൽ വെച്ച് ഫസ്റ്റ് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ അയൺ ചെയ്യണേക്കാളും മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് വേണം അയൺ ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അതുപോലെ ടോപ്പിലായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇനി അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ചെയ്ത ശേഷം അതിന് ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഇതുപോലെ സെൻറ്റർ പാർട്ട് എടുത്ത് ഒരു പിന്ന് വെച്ച് സെൻറ്ററിലായിട്ട് ഒരു പിന്ന് വെച്ച് ഫസ്റ്റ് സെക്യൂർ ചെയ്യണം. സെക്യൂർ ചെയ്ത് ആ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം. ശേഷം ഇനി അതിൻ്റെ സൈഡിലായിട്ടൊരു 1/2 ഇഞ്ച് വിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സെൻറ്റർ പാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് അതിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ ഉള്ളിലോട്ടായിട്ട് അത് ടേൺ ഔട്ട് ചെയ്ത് അതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം.
ബോർഡറാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫാബ്രിക് എടുത്ത് അത് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് അതിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഇനി ഈ ഒരു ബോർഡർ അത് നെക്കിനോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു കോർണർ പോർഷൻ എത്തുമ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് അത് കാണാൻ പറ്റും, ബാക്ക് വശം ഇതുപോലെയാണ് ഇരിക്കുക. അപ്പോൾ ആ ഒരു കോർണറിലോട്ട് അതിൻ്റെ ഷേപ്പിലായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ അത് ഇത്തിരിയോടും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അത് നെക്കിൻ്റെ ഉള്ളിലോട്ടായി വെച്ച് അതിൻ്റെ സൈഡിൽ കൂടിയായി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സൈഡിലും പിന്നെ വെച്ച് സെക്യൂർ ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. സെൻറ്റർ പാർട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ ഓൾറെഡി നമ്മൾ ആദ്യം നെക്ക് കട്ട് ചെയ്തപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗം ഓൾറെഡി മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ താഴെ ഒരു 11.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ സൈസിൽ തന്നെ നമ്മൾ വേറൊരു ഫാബ്രിക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ക്യാൻവാസ് വെച്ച് ഫസ്റ്റ് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്ത ശേഷം ഇതുപോലെ തന്നെ വേറൊരു ഫാബ്രിക്കും കൂടി ഈ സൈസിൽ നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് ഈ രണ്ട് ഫാബ്രിക്കിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് ആ ഒരു ക്യാൻവാസിൻ്റെ ടോപ്പിലത്തെ ആ ഒരു ലൈനിൽ കൂടെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി അത് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഭാഗം കിട്ടും. ഇനി അത് നല്ല വശത്തോട്ടായി വെച്ച് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അടുത്തതായിട്ട് ഇനി ഇത് ബോഡി പാർട്ടിലോട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് കറക്റ്റ് 8 ഇഞ്ചിൽ തന്നെ ഞാൻ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് നെക്കിൻ്റെ ലെങ്ത്ത്, നെക്കിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്യുക. ഞാനിവിടെ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ ഒരു സെൻറ്റർ പാർട്ട് അതിൻ്റെ ഉള്ളിലോട്ടായി വെച്ച് കറക്റ്റ് പൊസിഷനിൽ തന്നെ മാർക്ക് ചെയ്ത കറക്റ്റ് പൊസിഷനിൽ തന്നെ വെച്ച് അതിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 3 സൈഡിലായിട്ട് പിന്നെ വെച്ച് സെക്യൂർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം.